Good morning to all. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. അതിനകത്ത് മെറിറ്റ്സ് ടു മാനുഫാക്ചേഴ്സ് നമ്മൾ 7 പോയിന്റ് നോക്കി. അതിൻ്റെ രണ്ടാമത്തെ മെയിൻ പോയിന്റ് മെറിറ്റ്സ് ടു മിഡിൽ മാൻ നോക്കി. മെറിറ്റ്സ് ടു മിഡിൽ മാൻ. The goods produced by the manufacturer flow through distribution network or channel to reach the ultimate consumer. നമുക്കറിയാം മാനുഫാക്ചറർ ഗുഡ്സ് സർവീസ് മേക്കപ്പ് ചെയ്തതിന് ശേഷം അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് അവരെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? മധ്യവർത്തികൾ, മിഡിൽ മാൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. So distribution channels act as a connecting link between പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓർ ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവരെ ആരായിട്ട് പരിഗണിക്കുന്നു? കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പരിഗണിക്കുന്നു. ആരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന? പ്രൊഡക്ഷനെയും മാർക്കറ്റിങ്ങിനെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഈസ് കംപ്രൈസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മിഡിൽ മാൻ. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒത്തിരി അധികം മിഡിൽ മാൻസ് ഉണ്ട് അല്ലേ? കൺസ്യൂമേഴ്സിനെയും അതുപോലെ തന്നെ മാനുഫാക്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ അധികം ഏജൻറ്റ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞ കുറേ അധികം ആൾക്കാർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഉണ്ട്. ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദിസ് ചാനൽ ആർ പ്രൊഡ്യൂസേഴ്സ്, ഹോൾസെയിലേഴ്സ്, സെല്ലിംഗ് ഏജൻറ്റ്, റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ഘടകങ്ങൾ വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഹോൾസെയിലേഴ്സ് ഉണ്ട്, സെല്ലിംഗ് ഏജൻറ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ദ മിഡിൽ മാൻ ഇൻ എ മാർക്കറ്റിംഗ് പ്രോസസ്. താഴെ പറയുന്നതാണ് മിഡിൽ മാന് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചധികം ഗുണങ്ങൾ. ഫസ്റ്റ് വൺ, ഈസ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ഇൻ പോസിബിൾ സിൻസ് കൺസ്യൂമേഴ്സ് ആർ അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി. എന്നവിടെ പറഞ്ഞേക്കുന്നത് ഇയാൾക്ക് ഒത്തിരി അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അഡ്വർടൈസ്മെൻറ്റ് വഴി കൺസ്യൂമേഴ്സ് ഓൾറെഡി ആ ഉൽപ്പന്നത്തിനെ കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ളവരാണ്. രണ്ടാമത്തെ, ഇറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ ദ സ്റ്റോക്ക് ബിക്കോസ് ഡിമാൻഡ് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ബൈ അഡ്വർടൈസ്മെൻറ്റ്. അതുപോലെ തന്നെ അയാൾ മുതൽ മുടക്കിയതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നു. കാരണം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി ഈ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അത്യാവശ്യം കൺസ്യൂമേഴ്സ് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിട്ടേൺ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. മൂന്നാമത്, ഇറ്റ് സപ്പോർട്ട്സ് ദ സെല്ലിംഗ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നു. നാലാമത്, ഇറ്റ് എൻഷുവേഴ്സ് മോർ എക്കണോമിക്കൽ സെല്ലിംഗ് ബിക്കോസ് സെല്ലിംഗ് കോസ്റ്റ് ആർ റെഡ്യൂസ്ഡ്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നു. കാരണം അഡീഷണൽ ആയിട്ടുള്ള വിൽപ്പന ചെലവുകളൊന്നും ഇതിന് ആവശ്യമില്ല. ഇറ്റ് ഗിവ്സ് ദം ഓൾ റിലവൻറ്റ് ഇൻഫർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മെറിറ്റ്സ് ടു സെയിൽസ്മാൻ. സെയിൽസ്മാനിന് ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്? ഓക്കെ, അഡ്വർടൈസിംഗ് ക്രിയേറ്റ് പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഫോർ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. ലക്ഷ്യവിപണിയിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള ഓൾറെഡി അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഗീവ്സ് അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ടു പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് ഇതിനെ സംബന്ധിക്കുന്ന ഏകദേശം ഒരു ഗ്രാഹ്യം അഡ്വർടൈസ്മെൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് വിസിറ്റ് ദ സ്റ്റോർ ഇൻ ഓർഡർ ടു പർച്ചേസ് പ്രൊഡക്റ്റ് വിച്ച് ദേ നോ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് കടയിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അഡ്വർടൈസ്മെൻറ്റിൻ്റെ അകത്ത് അറിഞ്ഞ വിവരം കൊണ്ട് തന്നെയാണ് അവരാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്ത് സാധനങ്ങൾ മേടിക്കുന്നത്. ദ ജോബ് ഓഫ് സെയിൽസ്മാൻ ബിക്കം ഈസി, കൺസ്യൂമേഴ്സ് ആർ അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ സെയിൽസ്മാന് കൂടുതലായിട്ട് പറയേണ്ടതോ അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ട എഫോർട്ടുകൾ എടുക്കേണ്ട കാരണം ഇല്ല. കാരണം ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ അറിഞ്ഞിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ മേജർ മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് ടു സെയിൽസ്മാൻ. താഴെ പറയുന്നവയാണ് സെയിൽസ്മാന് കിട്ടുന്ന കുറച്ചധികം അഡ്വർടൈസ്മെൻറ്റ് വഴി കിട്ടുന്ന മെറിറ്റ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ഫോർ ദ സെയിൽസ്മാൻ ടു ഇൻട്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ് ബിക്കോസ് ദ മാനുഫാക്ചറർ ഹാർ ഓൾറെഡി അഡ്വർടൈസ്ഡ് ഇൻഫോമിംഗ് ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്. എന്നാണ് പറഞ്ഞേക്കുന്നത്? പെട്ടെന്ന് സെയിൽസ്മാന് പുതിയ ഉൽപ്പന്നം അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഓൾറെഡി അത് അഡ്വർടൈസ്മെൻറ്റ് വഴി അത്യാവശ്യം സൊസൈറ്റിയിൽ അത് പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെയിൽസ്മാന് കൂടുതലായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല.
രണ്ടാമത്തെ അഡ്വർടൈസിംഗ് പ്രിപ്പേഴ്സ് നെസസറി ഗ്രൗണ്ട് ഫോർ സെയിൽസ്മാൻ ടു ബിഗിൻ ഹിസ് വർക്ക് എഫക്റ്റീവ്ലി. അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് കാര്യപ്രാപ്തിയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള ഒരു സാഹചര്യം അഡ്വർടൈസ്മെന്റ് ഒരുക്കി കൊടുക്കുന്നു. മൂന്നാമത്തെ ദ കോൺടാക്ട് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ കസ്റ്റമേഴ്സ് ബൈ സെയിൽസ്മാൻ ഈസ് മെയ്ഡ് പെർമനന്റ് ത്രൂ effective advertisement because a customer is assumed of the quality and the price of the product. എന്നാണ് പറഞ്ഞേക്കുന്നത്? നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്ന വഴി കൺസ്യൂമേഴ്സിന് അതിൻ്റെ വില എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തത് സെയിൽസ്മാൻ ക്യാൻ ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് when he makes the direct contact with the consumers. എന്നാണ് പറഞ്ഞേക്കുന്നത്? സെയിൽസ്മാന് അഡ്വർടൈസ്മെന്റിന്റെ കാര്യക്ഷമത നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലേ. അഡ്വർടൈസ്മെന്റ് ഇച്ചിരി ലേശം പുറകോട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ എഫേർട്ട് എടുക്കണം അല്ലേ. അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. അഡ്വർടൈസ്മെന്റിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ആര് ഫോക്കസ് ചെയ്താൽ മതി, സെയിൽസ്മാൻ ഫോക്കസ് ചെയ്താൽ മതി. ഇനി അടുത്തത് മെറിറ്റ്സ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്? ദ ഫോളോയിങ് ആർ ദ മേജർ ബെനിഫിറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ടു കൺസ്യൂമേഴ്സ്. താഴെ പറയുന്നവയാണ് അഡ്വർടൈസ്മെന്റ് വഴി കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഗുണങ്ങൾ. ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ്. കൺസ്യൂമേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഫ്രം അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് വഴി കൺസ്യൂമേഴ്സിന് അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും കിട്ടുന്നു. ഇറ്റ് ഹെൽപ്സ് ദം ടു നോ വെയർ ആൻഡ് വെൻ പ്രൊഡക്റ്റ് ആർ അവൈലബിൾ. അതുവഴി അവർക്ക് എന്താ, എവിടെ നിന്ന് എങ്ങനെ എപ്പം സാധനങ്ങൾ കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിസ് റെഡ്യൂസസ് ദെയർ ഷോപ്പിംഗ് ടൈം. ഇത് അവർക്ക് ആവശ്യമില്ലാതെ ടൈം അല്ലേ, ഷോപ്പിംഗ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. കൺസ്യൂമേഴ്സ് ക്യാൻ സ്റ്റഡി ദ അഡ്വർടൈസ്മെന്റ് ഓഫ് all similar products in the market and select the products which are best suited for them. അഡ്വർടൈസ്മെന്റ് വഴി അല്ലേ പല ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർ പഠിക്കുകയും അതിൻ്റെ അകത്ത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതിന് അഡ്വർടൈസിങ് സഹായിക്കുന്നു. രണ്ടാമത്തെ, ആക്ട് ആസ് എ റിമൈൻഡർ. അഡ്വർടൈസിങ് ആക്ട് ആസ് എ റിമൈൻഡർ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിമൈൻഡർ ആയിട്ട് അഡ്വർടൈസ്മെന്റ് പ്രവർത്തിക്കുന്നു. ഇറ്റ് റിമൈൻഡ്സ് ദം അബൌട്ട് ദ പ്രൊഡക്റ്റ് ടു ബി പർച്ചേസ്ഡ്. അവരെന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് കൃത്യമായിട്ട് അവരെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് അവരെ ഓർമ്മിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തത് കമ്പാരിസൺ. അഡ്വർടൈസിംഗ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ കൺസ്യൂമേഴ്സ് ടു കമ്പയർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സിമിലർ പ്രൊഡക്റ്റ്. അഡ്വർടൈസ്മെന്റ് ഒരു അവസരം കൊടുക്കുന്നുണ്ട് കൺസ്യൂമേഴ്സിന്. എന്താ, ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. പിന്നെ അഷുറൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് പ്രൈസ്. അഡ്വർടൈസിംഗ് ഹൈലൈറ്റ്സ് ദ ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അഡ്വർടൈസ്മെന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ, ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ്. ദിസ് ഇൻഫോംസ് ദ ഡയറക്റ്റ് ഗ്യാരണ്ടി ഓഫ് ദ കൺസ്യൂമേഴ്സ് ദ ക്വാളിറ്റി ആൻഡ് പ്രൈസ്. അതുപോലെ തന്നെ എന്താ, ഇത് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു ഉറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു എന്താ കൺസ്യൂമേഴ്സിന് അതിന്റെ ക്വാളിറ്റിയിലും വിലയിലും. അടുത്ത, സ്പെഷ്യൽ അട്രാക്ഷൻ to consumers. Advertising leads to competition among the manufacturer and retailers. Advertising എന്താ കൂടുതൽ എന്താ മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. They have to offer something special in order to attract the consumers. അപ്പം കോമ്പറ്റീഷൻ നിറഞ്ഞതാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെക്കാട്ടിലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പബ്ലിക്കിന് ഓഫർ ചെയ്ത് കൊടുക്കണം. സച്ച് അട്രാക്ഷൻ ഓഫേഴ്സ് ദ ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്. ഇത് എപ്പോഴും ഇങ്ങനെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന എപ്പോഴും എന്താ, കൺസ്യൂമേഴ്സിനെ ആകർഷിക്കാനുള്ള നല്ല മാർഗമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചറേഴ്സ് ഹാവ് ടു ബ്രിങ് ഡൗൺ ദ പ്രൈസ് ഇൻ ഓർഡർ ടു അട്രാക്ട് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈസിൽ വേരിയേഷൻസ് വരുന്നതൊക്കെ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. അടുത്തത്, ഇംപ്രൂവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. Advertising raises the standard of living of people by supplying the information about the product and service which can offer convenience and pleasant to them. Advertising എപ്പോഴും എന്താ, ഇപ്പോഴത്തെ രീതിയിലുള്ള നമ്മുടെ ജീവിത സാഹചര്യം വന്നത് തന്നെ ഇതിൻ്റെ ഫലമായിട്ടാണ്, അഡ്വർടൈസിങ്ങിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. അവിടെയുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അഡ്വർടൈസിങ് സഹായിക്കാറുണ്ട്. Advertising guides the consumers to selection of most suitable goods. Advertisement എപ്പോഴും കൺസ്യൂമേഴ്സിനെ സഹായിക്കുന്നു, അവർക്ക് ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. Thus advertising provide a higher standard of living to the consumers. അതുകൊണ്ട് തന്നെ എന്താ,
അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്തത് സേഫ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് പ്രൊഡക്റ്റ്. കൺസ്യൂമേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് അഡ്വർടൈസിങ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് വഴി ഓരോ ഉൽപ്പന്നങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിവരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് സഹായിക്കുന്നു. ദേ ഓൾസോ ഗെറ്റ് ഗൈഡൻസ് ആസ് റിഗാർഡ് ദ റൈറ്റ് മാനർ ഓഫ് യൂസിങ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇതുവഴി എന്ത് ചെയ്യുന്നു, ആ ഓരോ ഉൽപ്പന്നങ്ങളും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ മാനറിൽ ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്ത റിമൂവ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അഡ്വർടൈസിങ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് റിമൂവിങ് ദിയർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സർട്ടൻ പ്രൊഡക്റ്റ്. എന്നോട് പറഞ്ഞത് ഓരോ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി എടുക്കുന്നതിന് പോസിറ്റീവ് തിങ്കേഴ്സ് ആക്കി മാറ്റുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കാറുണ്ട്. ദ ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ സർട്ടൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആസ് എ റിസൾട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ്. ചില ഉൽപ്പന്നത്തിനോട് ചില ആൾക്കാർക്ക് നെഗറ്റീവ് വശങ്ങളായിരിക്കും അല്ലെ, നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങളായിരിക്കും അല്ലെ. അഡ്വർടൈസിങ്ങിന്റെ ഫലം അല്ലെ, അഡ്വർടൈസിങ്ങിന്റെ കൂടുതലായിട്ട് നടക്കുന്ന വഴി എന്താ, ആ ഒരു കാഴ്ചപ്പാട് നെഗറ്റീവ് മാറി പോസിറ്റീവ് ആകുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നു. അടുത്ത reduce the role of middleman. Advertising helps the reducing the role of middleman by establishing direct contact between the consumers and producers. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് മിഡിൽമാൻ്റെ പങ്കാളിത്തമൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു. കാരണം എന്താ, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന വഴി ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധം നിലനിർത്താൻ അല്ലേ, മിഡിൽമാനൊക്കെ അവോയ്ഡ് ചെയ്ത് ഡയറക്റ്റ് കോൺടാക്ട് ആക്കുന്നതിന് ഇത് സഹായിക്കാവുന്നു. ഇത് റിസൾട്ട് ഇൻ ചീപ്പർ ഗുഡ്സ് ബൈ അവോയ്ഡിങ് പ്രോഫിറ്റ് ആൻഡ് കമ്മീഷൻ ഓഫ് ദ മിഡിൽമാൻ. അപ്പം മിഡിൽമാനെ അതിനകത്തുനിന്ന് ഒഴിവാക്കുമ്പോൾ അവരുടെ കമ്മീഷൻ അവരുടെ പ്രോഫിറ്റ് ഒക്കെ ഒഴിവാകുന്ന വഴി എന്താ, ഗുഡ്സുകൾ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നതിന് ഇത് കാരണമാകും. ഇനി അടുത്ത മെറിറ്റ്സ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കി. അഡ്വർടൈസിംഗ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ പബ്ലിക് വേരിയസ് ഇൻഡസ്ട്രീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അഡ്വർടൈസ്മെന്റ് കൂടുതലായിട്ട് നടക്കുന്ന വഴി എന്ത് ചെയ്യുന്നു, ലാർജ് സ്കെയിൽ വലിയ അളവിൽ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരുന്നു. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരിട്ടോ അല്ലാതെയോ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ സൃഷ്ടിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഇറ്റ് ക്രിയേറ്റ്സ് മോർ വാണ്ട്സ് ആൻഡ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ കൂടുതൽ ആവശ്യങ്ങൾ അല്ലെ, ആഗ്രഹങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകും. ഇനി അടുത്ത മൂന്നാമത്തെ ഇറ്റ് മേക്ക് ദ അവൈലബിലിറ്റി ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് വിഷ്വൽ മീഡിയ അറ്റ് ചീപ്പർ റേറ്റ്. നമുക്കറിയാം ഇപ്പോഴത്തെ മീഡിയസ് എല്ലാം കൂടുതലായിട്ട് എന്താ, അഡ്വർടൈസ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ് ആണെങ്കിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. ഇനി അടുത്തിട്ട് അഷ്യൂസ് ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആർട്ടിസ്റ്റ് ഹു ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താ, കലാപരമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെ, ക്രിയാത്മകമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇത് കാരണമാകുന്നു. അടുത്ത ഇറ്റ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് ദ ന്യൂ യൂസസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ലീഡിങ് ദ ബെറ്റർ ലൈഫ്. അതുപോലെ തന്നെ എന്താ, അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ അവിടെയുള്ള കൺസ്യൂമേഴ്സിന് കൂടുതൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെ. പുതിയ ഉൽപ്പന്നമൊക്കെ ആണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം, അല്ലെ പഴയ ഉൽപ്പന്നത്തിൻ്റെ ആണെങ്കിലും പുതിയ രീതിയിലുള്ള ഉപയോഗക്രമങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിവരങ്ങളൊക്കെ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് അഡ്വർടൈസ്മെന്റ് കാരണമാകും. ഇനി അടുത്തത് ഡിമെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഓഫ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എക്കണോമിക് ക്രിറ്റിസിസംസ്. ഫസ്റ്റ് വൺ അഡ്വർടൈസിംഗ് ഈസ് അൺപ്രൊഡക്റ്റീവ്. അഡ്വർടൈസിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടാഞ്ചിബിൾ ഗുഡ്സ്. നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് പുതിയതായിട്ടൊരു സംഭവത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെന്താ, അവിടെയുള്ള ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഒരാശയം ആർക്ക് പറഞ്ഞു കൊടുക്കുക, പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ദ വേസ്റ്റ് ഓഫ് ദ മണി, ടൈം ആൻഡ് അതർ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ എന്താ, പുതിയതായിട്ടൊന്നും അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഇത് സമയവും അതുപോലെ പണവും ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ആവശ്യമില്ലാതെ ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അഡ്വർടൈസിംഗ് ഈസ് കോസ്റ്റ്ലി. എ സ്ട്രോങ് ഒബ്ജക്ഷൻ അഗൈൻസ്റ്റ് അഡ്വർടൈസിംഗ് ഈസ് ദാറ്റ് കോസ്റ്റ്ലി ഫംഗ്ഷൻ. അഡ്വർടൈസ്മെന്റിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു വാദഗതി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. It increases the cost of goods. Advertising charge are included in the price which consumers has to pay. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും, കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ ഉണ്ടാകുന്ന അഡ്വർടൈസ്മെന്റിന് ഉണ്ടാകുന്ന ചെലവുകളും കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നു, ആ ഉൽപ്പന്നത്തിന്റെ പ്രൈസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആ പ്രൈസും കൂടെ, ആ അഡ്വർടൈസ്മെന്റ് നടത്തുന്ന പ്രൈസും കൂടെയാണ് ആര് കൊടുക്കേണ്ടി വരുന്നത്, കൺസ്യൂമർ കൊടുക്കേണ്ടി വരുന്നത്.
അടുത്ത ക്രിയേഷൻ ഓഫ് മോണോപ്പൊളി. ആസ് എ റിസൾട്ട് ഓഫ് എക്സസീവ് അഡ്വർടൈസിങ് കൺസ്യൂമേഴ്സ് ബിക്കം സ്ലേവ്സ്. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ ഓഫ് പർട്ടിക്കുലർ ബ്രാൻഡ്. കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തുന്ന വഴി എന്ത് ചെയ്യുന്നു, ആ ഉൽപ്പന്നത്തിന്റെ അടിമയായി പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ലീഡ് ടു ക്രിയേഷൻ ഓഫ് മാർക്കറ്റ് മോണോപ്പൊളി. ഇത് ഒരു സ്ഥാനത്തിലേക്ക് മാത്രം ആൾക്കാർ ഫോക്കസ് ചെയ്യുമ്പോൾ, ശ്രദ്ധ കൊടുക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും, ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ആ ഒരു പ്രത്യേക ബ്രാൻഡിന്റെ കുത്തക ഭരണം അല്ലെങ്കിൽ കുത്തക വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തത് increase of expenditure. Advertising increase the desire of people. This force them to buy goods over and above their income. എന്നാണ് പറഞ്ഞേക്കുന്നത്, അഡ്വർടൈസ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു, ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവരിലും കൃത്യമായിട്ട് താല്പര്യം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതലായിട്ട് താല്പര്യം കൂടുന്നതനുസരിച്ച് എന്താണ്, അപ്പം അവനവന്റെ ആസ്തിയെക്കാട്ടിലും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ വരാറുണ്ട്. ഇനി അടുത്തത് സോഷ്യൽ ക്രിറ്റിസിസംസ്, സാമൂഹികപരമായിട്ടുണ്ടാകുന്ന വിമർശനങ്ങൾ. ഫസ്റ്റ് ആണ് നോക്കിയേ, ഫാൾസ് ക്ലൈംസ്. മോസ്റ്റ് ഓഫ് ദ അഡ്വർടൈസ്മെന്റ് കണ്ടെയ്ൻസ് ഫാൾസ് ക്ലൈംസ് ആൻഡ് ദി കൺസ്യൂമേഴ്സ് ഡു നോട്ട് എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത്, കൂടുതൽ അഡ്വർടൈസ്മെന്റ് എന്താ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അഡ്വർടൈസ്മെന്റിൻ്റെതായ അല്ലെങ്കിൽ ആ ഗുണങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അടുത്തത് undue influence over media. Most of the print and electronic media are influenced by the advertisers because lion's share of the revenue of the media comes from the advertisement. As a result, consumers are not getting true information regarding the product and service. എന്നാണ് പറഞ്ഞേക്കുന്നത്, സാധാരണ ഇലക്ട്രോണിക് മീഡിയ അല്ലേ, പ്രിന്റ് മീഡിയ ഒക്കെ എപ്പോഴും എന്താ, ആരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക, അഡ്വർടൈസ്മെന്റിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഇവരുടെ ആരുടെ ഈ ഇലക്ട്രോണിക് മീഡിയയുടെയും പ്രിന്റ് മീഡിയയുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ചെലവുകൾ ഒരു പരിധി വരെ ലഘൂകരിച്ചു കൊടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന അഡ്വർടൈസേഴ്സ് ആണ് അല്ലെ. അപ്പം കറക്റ്റായിട്ടുള്ള ഇതിനെക്കാട്ടിലും എന്താ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെ, അവർക്ക് എന്ത് കിട്ടിയാൽ മതി, ഇവർക്ക് പൈസ കിട്ടിയാൽ മതി. അത് പബ്ലിക്കിനെ നന്നായിട്ട് ബാധിച്ചാലും ദോഷകരമായിട്ട് ബാധിച്ചാലും ഇവരെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം എന്താ, ഏതാണെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അവർക്ക് എന്ത് കിട്ടിയാൽ മതി, അഡ്വർടൈസ്മെന്റ് കിട്ടിയാൽ മതി. ആ ഒരു രീതിയിലേക്ക് വഴിമാറി പോകാനുള്ള സാഹചര്യം ഇവിടെ വളരെ കൂടുതലാണ്. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് കറപ്റ്റ്സ് ദ മൈൻഡ്സ് ഓഫ് ദ യൂത്ത്. അതുപോലെ തന്നെ എന്താ, യൂത്ത് എന്ന് പറഞ്ഞാൽ അത് ആരാ, യുവജനങ്ങളുടെ മനസ്സിൽ എന്താ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോധത്തിനെക്കാട്ടിലും ചീത്ത രീതിയിലുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. കറപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മലിനീകരിക്കുക, ചീത്ത, ദോഷകരമായിട്ട് ബാധിക്കുക എന്നൊക്കെയാണ് കേട്ടോ. ആർഗ്യൂഡ് ദാറ്റ് ദ അഡ്വർടൈസ്മെന്റ് കറപ്റ്റ് ദ മൈൻഡ്സ് ഓഫ് ദ യങ്സ്റ്റ്. എന്നോട് പറഞ്ഞിരുന്നേ, ഇതിന്റെ വാദഗതി എന്ന് പറഞ്ഞാൽ എന്താ, അഡ്വർടൈസ്മെന്റ് കൂടുതലായിട്ടും എന്താ യുവജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഏതാ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. അഡ്വർടൈസിങ് പ്രൊമോട്ട് ദ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് എവം യൂത്ത്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു, യുവജനങ്ങൾക്ക് മദ്യപാനവും അതുപോലെ തന്നെ പുകവലി പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. Some cases advertisement promote the youth to commit the crimes and undertake the activities at the risk of their lives. എന്നോട് പറഞ്ഞിരിക്കുന്നത്, ചില സാഹചര്യങ്ങളിൽ ചില കേസുകളിൽ അഡ്വർടൈസ്മെന്റ് എന്താ ക്രൈം പോലുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനെ തന്നെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള വാല്യൂസ് ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് ഇത് എത്തിക്കൽ ക്രിറ്റിസിസംസ്. Ethics refers to the set of moral standards and the principles for leading the people in the right direction throughout their life. എന്നാണ് പറഞ്ഞത്, എത്തിക് എന്ന് പറഞ്ഞാൽ എന്താ, ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിച്ചു പോകേണ്ട എന്താ കുറച്ചധികം മൂല്യങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എത്തിക്സ്, ധാർമ്മികത എന്ന് വിളിക്കുന്നത്. അതിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം അഡ്വർടൈസ്മെന്റ് നിൽക്കുന്ന കുറച്ചധികം പോയിന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അട്രാക്ട് ദ പീപ്പിൾ ടു ഹാർംഫുൾ പ്രൊഡക്റ്റ്. Advertising appeals make people to use certain product which are harmful to health. എന്നോട് പറഞ്ഞത് അഡ്വർടൈസ്മെന്റിന്റെ ലക്ഷ്യം എന്താ, പരമാവധി സെയിൽസ് നടത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവര് എന്ത് നടത്തുന്നു,
സെയിൽസ് പരമാവധി കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സൊസൈറ്റീനെ അത് ദോഷകരമായിട്ടാണോ, യുവജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഇതൊക്കെ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ബാധിക്കുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ആർക്കില്ല, അഡ്വർടൈസ്മെന്റിന് ഇല്ല. Different ways advertising for alcoholic drinks and cigarettes are example of advertising of harmful product. ഈ പറയുന്ന ആൽക്കഹോളിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സിഗരറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തുമ്പോൾ അത് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെന്ന് അറിയാം അല്ലേ, എങ്കിലും അത് നടത്തുന്നു അല്ലേ, അതപ്പോൾ എന്തായിരിക്കും സൊസൈറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. രണ്ടാമത്തെ dissatisfaction among the poor people with less purchasing power cannot be afford to buy articles enough through advertisement create the strong need in them, thus the section of the society remains the discontented. എന്നോട് പറഞ്ഞേക്കുന്നത് താരതമ്യേന പർച്ചേസിങ് പവറിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്കും അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് മേടിക്കാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിട്ട് വരും. പക്ഷെ എന്താണ്, അത് മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവരുടെ കയ്യിലില്ല. അപ്പോൾ എന്തായിരിക്കും, സമൂഹത്തിൽ ഒരു സെക്ഷൻ ആൾക്കാർ അസംതൃപ്തിയോടെ ജീവിക്കുന്നതിന് ഇത് കാരണമാകുന്നു. മൂന്നാമത്തത് ആബ്സെൻസ് ഒബ്സീൻസ് അഡ്വർടൈസ്മെന്റ്. ഒബ്സീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അശ്ലീകരമായിട്ടുള്ള ന്യൂഡായിട്ടുള്ളതാണ് കേട്ടോ. ദ യൂസ് ഓഫ് ന്യൂഡിറ്റി, ഇൻഡീസെന്റ് ഇമേജ്, അൺകൾച്ചേർഡ് ലാംഗ്വേജ്, വേർഡ്സ് ആൻഡ് ക്യാപ്ഷൻസ് ഇൻ അഡ്വർടൈസ്മെന്റ് ഈസ് എ മേജർ എത്തിക്കൽ ഇഷ്യൂ. എന്നാണ് പറഞ്ഞേക്കുന്നത്, ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ നഗ്നത എന്നാണ് കേട്ടോ. ആ ഒരു രീതിയിലുള്ള ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഇൻഡീസെന്റ് ആയിട്ടുള്ള ഇമേജുകൾ, അതുപോലെ തന്നെ എന്താ കൾച്ചർ അല്ലാത്ത ലാംഗ്വേജ് അല്ലേ, സംസ്കാര ശൂന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ സംസാര രീതികൾ, ക്യാപ്ഷൻസ് ഒക്കെ എന്താ അഡ്വർടൈസ്മെന്റ്, ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട് അല്ലേ, ആ കൾച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിനെ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ളതാണ് അല്ലേ. മോസ്റ്റ് കമ്പനീസ് സീ ന്യൂഡ് ഇമേജ് ആസ് ആൻ എസെൻഷ്യൽ തിങ് ഫോർ മേക്കിംഗ് ദെയർ പ്രൊഡക്റ്റ്. എന്നോട് പറഞ്ഞിരുന്നത് ചില അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്നാ, ഈ ന്യൂഡിറ്റി ഒക്കെ ഉണ്ടെന്ന് വരികയും പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഇവർ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിൽ കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തുന്നു. ഇനി അടുത്തത് സബ്ലിമിനൽ അഡ്വർടൈസ്മെന്റ്, അവ്യക്തമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്. സബ്ലിമിനൽ മെസ്സേജസ് ആർ words, images, sounds or visuals which are below the entry of the conscious mind or not sufficient enough for conscious perception, but the subconscious mind instantly understand and accept them. എന്നാണ് പറഞ്ഞേക്കുന്നത്, അവ്യക്തമായിട്ടുള്ള വേർഡ്സുകൾ, ഇമേജുകൾ, സൗണ്ട്, വിഷ്വൽസ് നമുക്ക് ഡയറക്റ്റ് കണ്ടാൽ നമ്മളത് കോൺഷ്യസ് മൈൻഡിൽ അട്രാക്ട് ചെയ്യുന്നില്ല അല്ലേ, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ അൺകോൺഷ്യസ് മൈൻഡ് അതിനെ എത്രമാത്രം നമ്മൾ കോൺഷ്യസ് മൈൻഡ് അതിനെ ഒഴിവാക്കി കളഞ്ഞാലും അൺകോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുന്നു അല്ലേ, മനസ്സിന്റെ ഭാഗമാക്കുന്നു. ദേ ആർ യൂസ്ഡ് ഇൻ അഡ്വർടൈസ്മെന്റ് ടു മിസ്ലീഡ് ആൻഡ് മിസ്ഗൈഡ് ദ കൺസ്യൂമേഴ്സ്. ഇത് അവരെ എന്ത് ചെയ്യുന്നു, മിസ്ഗൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നതിന് കാരണമാകുന്നു. സബ്ലിമിനൽ അഡ്വർടൈസ്മെന്റ് കമ്മ്യൂണിക്കേറ്റ് മോർ ഇൻഡയറക്റ്റ് മെസ്സേജ് ദാൻ ദ ഡയറക്റ്റ് മെസ്സേജ്. സബ്ലിമിനൽ അഡ്വർടൈസ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, നേരിട്ട് അതിന്റെ ആശയം കൊടുക്കുന്നതിനെക്കാട്ടിലും ഇൻഡയറക്റ്റ് ആയിട്ട് എവിടെ പോകുന്നു, സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തി കയറുവാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് ഫിലിംസ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് സീൻസ് ഒക്കേഴ്സ് മെനി ടൈംസ് അല്ലേ, സിനിമയിലൊക്കെ എപ്പോഴും കാണുന്നതാണ് മദ്യപാനവും സിഗരറ്റ് ഒക്കെ അല്ലേ, പുകവലിയൊക്കെ. when the conscious mind of the viewers concentrate the main theme of such scenes. എന്നാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിനിമയിൽ ചെന്നിരുന്നത് കോൺഷ്യസ് മൈൻഡോടെ സിനിമ കാണുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ബാക്കിയുള്ള സീനുകളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വരികിലും their subconscious mind perceives that smoking and drinking are not bad habit or are needed in the life for better social relations and recognition. നമ്മൾ മറ്റ് സീനുകളാണ് കാണുന്നത്, പക്ഷേ കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുന്നില്ല, എന്നാലും സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുന്നു. എന്താ, സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആദരവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പദവി കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡിലേക്ക് മാറിപ്പോകുന്നതിന് ഇത് കാരണമാകും. അപ്പം ആ ടോപ്പിക്ക് തീർന്നു. മെറിറ്റ്സ്
എത്ര ഉണ്ടായിരുന്നു? 5 ഉണ്ടായിരുന്നു. മാനുഫാക്ചറർ, മിഡിൽ മാന്, സെയിൽസ്മാന്, കൺസ്യൂമേഴ്സ്, സൊസൈറ്റി. പഠിക്കുക കേട്ടോ. പോയിന്റുകൾ, മെയിൻ പോയിന്റുകൾ, അതിൻ്റെ സബ് പോയിന്റുകൾ കൃത്യവും വ്യക്തവുമായിട്ട് ബൈഹേർട്ട് ചെയ്യാം. ഇനി അടുത്ത അഡ്വർടൈസ്മെന്റ് പ്രോസസ്സ്. അഡ്വർടൈസ്മെന്റ് പ്രോസസ്സ്, ഈ പ്രോസസ്സുകളൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രോസസ്സുകൾ, സ്റ്റെപ്പുകൾ, ചാർട്ടുകളൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല, ഈ ചാപ്റ്ററിൻ്റെ അകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പ്രോസസ്സ് 5 എസ്റ്റാബ്ലിഷിംഗ് ദ ഗോള്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, സെലക്ഷൻ ഓഫ് ആൻ അഡ്വർടൈസിങ് ഏജൻസി, സെലക്ഷൻ ഓഫ് മീഡിയ, അടുത്ത ക്രിയേഷൻ ഓഫ് ദ അഡ്വർടൈസ്മെന്റ്. ഫസ്റ്റ് ആണ് നോക്കിയേ, എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾ. നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്താലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നോക്കി, എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾ. ഐഡന്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് ദ ഗോൾ ഇസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് അഡ്വർടൈസിംഗ്. അഡ്വർടൈസിങ്ങിന്റെ ഏറ്റവും ആത്യന്തിക തലം എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ ലക്ഷ്യം അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെൻഡിങ് മണി ഓൺ ദ അഡ്വർടൈസിംഗ് വിത്തൗട്ട് എസ്റ്റാബ്ലിഷിംഗ് ഗോൾ ഈസ് എ വേസ്റ്റ് മണി, ടൈം ആൻഡ് എഫോർട്ട്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാതെ ചുമ്മാ അതിൽ ഇതിൽ നടന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താ ഈ അഡ്വർടൈസ്മെന്റിൻ്റെ അകത്ത് മുടക്കുന്ന സമയവും പൈസയും പ്രയത്നവും എല്ലാം വലിയ കാര്യമില്ലാതെ നിർഫലമായി പോകും. സെറ്റിംഗ് ദ ഗോൾ ഓഫ് അഡ്വർടൈസിംഗ് ഹൈലി എസെൻഷ്യൽ ടു ഡിസൈഡ് അപ്പീൽ ഓർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ഗോള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ബൈ ദ കമ്പനി വൈൽ സെറ്റിംഗ് ദ ഗോൾ ഓഫ് അഡ്വർടൈസിംഗ് ആണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് താഴെ വിവരിക്കുന്നത്. നേച്ചർ ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സ്വഭാവം നോക്കണം. ടാർഗറ്റ് സെയിൽസ്, നമ്മൾ എത്രമാത്രം സെയിൽസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നോക്കണം. ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ബി ഹൈലൈറ്റഡ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്, നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ അല്ലേ ഏത് രീതിയിലുള്ള ഉൽപ്പന്നം വേണം അല്ലെങ്കിൽ സർവീസ് വേണം, അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കിയിരിക്കണം. ടൈം ഓഫ് അഡ്വർടൈസ്മെന്റ്, ഏത് സമയത്ത് കൊടുക്കണമെന്ന് നോക്കിയിരിക്കണം. അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളോട് മത്സരിക്കുന്ന ആൾക്കാരുടെ തന്ത്രങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഗോള് സെറ്റ് ചെയ്യാൻ. രണ്ടാമത്തെയാണ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. പിന്നെ നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ, നമ്മുടെ ക്യാഷിന് ഒതുങ്ങുന്ന രീതിയിൽ ആണോ എന്ന് നോക്കണം. ദ നെക്സ്റ്റ് ഫേസ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. അടുത്ത സ്റ്റേജ് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആ ഗോളിന് ആനുപാതികമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കണം. ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഹാസ് ടു പ്ലാൻഡ് സോ ദാറ്റ് ദർ ഈസ് നോ ഷോർട്ട് ഓഫ് ഫണ്ട് ഓർ എക്സസ് ഓഫ് ഫണ്ട്സ് ഡ്യൂറിംഗ് ദ process of advertising and also there are no losses to company. എന്നാണ് പറഞ്ഞേക്കുന്നത്, അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അല്ലേ. ഫണ്ട് കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. കൃത്യമായിട്ട് ആ സമയത്ത് കൃത്യമായിട്ട് ഇറക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള ഫണ്ട് കമ്പനിക്ക് കിട്ടുന്നുണ്ടോ, സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കുക. പിന്നെ മൂന്നാമത്തെയാണ് സെലക്ഷൻ ഓഫ് അഡ്വർടൈസിംഗ് ഏജൻസി. An advertising agency is a specialized institution which offers the professionalized advertising service to the client. അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗ് കമ്പനിയാണ്, കമ്പനിയാണ്. അവരെപ്പോഴും എന്ത് ചെയ്യുക, അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കാറ്റഗറിയിൽ വൈവിധ്യം നിറഞ്ഞ ആൾക്കാരായിരിക്കും. അവരുടെ ക്ലയന്റിന് ഇവരെന്ത് ചെയ്യുക, അവർക്ക് അവരുടേതായ രീതിയിൽ സേവനം, അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹം അനുസരിച്ച് സേവനം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെയാണ് ഇതെന്ന് വിളിക്കുന്നത്, അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസിംഗ് കമ്പനി, അവരെപ്പോഴും എന്ത് ചെയ്യുക, അഡ്വർടൈസിംഗിന് മാത്രം നിലനിൽക്കുന്ന ആൾക്കാർ. The business of an ad agency is creating, planning and managing advertisement activities on behalf of its client. അവരുടെ ക്ലയന്റിന് വേണ്ടിയിട്ട്, ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, നല്ലൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ഇവരുടെ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സെലക്ഷൻ ഓഫ് ആൻ പ്രൊഫഷണൽ ആഡ് ഏജൻസി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് അഡ്വർടൈസ്മെന്റ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് കമ്പനി ലഭ്യമാണ്. എന്നാൽ നമുക്ക് അനുയോജ്യപ്രദമായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് സെലക്ഷൻ ഓഫ് മീഡിയം. സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് മീഡിയം ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ അഡ്വർടൈസിംഗ് പ്രോസസ്. അഡ്വർടൈസിംഗ് പ്രോസസ്സിന്റെ മറ്റൊരു നിർണായക ഘടകമാണ് ഇത്, ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള മീഡിയം സെലക്ട് ചെയ്യുക എന്നുള്ളത്. മീഡിയം പല രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? മീഡിയ ക്ലാസ് ഉണ്ട്, മീഡിയ വെഹിക്കിൾ ഉണ്ട്, മീഡിയ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്തെ മീഡിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് മീഡിയം വിച്ച് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദ പ്രൊഡക്റ്റ് ആൻഡ് ആഡ് കോപ്പി. പ്രൊഡക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ മീഡിയമാണ് എന്നറിയപ്പെടുന്ന മീഡിയ ക്ലാസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, TV, റേഡിയോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് മീഡിയ വെഹിക്കിൾ.
refers to the different channels in print and electronic media. ഈ മീഡിയത്തിൽ തന്നെ പല ക്ലാസ്സസ് ഉണ്ട് അല്ലേ. ഇപ്പം എന്താ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അല്ലേ. മലയാളത്തിൽ തന്നെ പിന്നെയും കുറച്ചധികം സബ്ഡിവിഷൻസ് ഉണ്ട്. അപ്പം മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ന്യൂസ് പേപ്പർ അല്ലേ. ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് അതിൻ്റെ സബായിട്ട് വരുന്നത് അതിലേത് വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഇത് മീഡിയ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ എടുക്കുവാണെങ്കിൽ ഹിന്ദു ഈസ് എ മീഡിയ വെഹിക്കിൾ. അതിൻ്റെ അകത്ത് ഒരു പത്രമാണ്, പത്രത്തിൻ്റെ ഒരു പത്രമാണ് ഏത് പത്രത്തിൻ്റെ പേരാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത്. ഹിന്ദു ഉണ്ട്, പിന്നെന്താ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട് അല്ലേ. ഈ പറയുന്ന രീതി പല ന്യൂസ് പേപ്പേഴ്സ് ലഭ്യമാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് മീഡിയ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത മീഡിയ ഓപ്ഷൻ. ദിസ് റെഫേഴ്സ് ടു ദ സൈസ് ആൻഡ് ടൈം ഓഫ് മീഡിയ വെഹിക്കിൾ. എന്താ മീഡിയ വെഹിക്കിളിൽ അതിൻ്റെ സൈസും ടൈമും ഫിക്സ് ചെയ്യുന്നതിനെയാണ് മീഡിയ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. ലാസ്റ്റത്തെ പോയിന്റ് ആണ് ഏതാ? ക്രിയേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്. The success of advertising not only depend upon the media used but also the message and way of presentation. നമ്മൾ ഏറ്റവും നല്ല മീഡിയത്തിനെ സെലക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? നല്ലതിനെ സെലക്ട് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ മെസ്സേജ് കൺവേ ചെയ്ത് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അത് സക്സസ് ആകുന്നുള്ളൂ. സോ ആഡ് ക്രിയേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് ഇൻ ദ അഡ്വർടൈസിങ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വർടൈസിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും നിർണായക ഘടകമാണ് അല്ലെങ്കിൽ അത്യാവശ്യ ഘടകമാണ്. The modern scenario marketing advertising try to reach out people with their advertisement in very appealing way. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ക്രിയാത്മകമായിട്ട് പിക്ചർ ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രസൻറ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ കോമ്പറ്റിംഗ് വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അഡ്വർടൈസിങ് പ്രോസസ്സ് 5 പഠിച്ചു തീർന്നു. അപ്പം വീഡിയോ കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.